ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് കല്യാണം കഴിഞ്ഞിട്ട്. അല്ല, ഐ മീൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അല്ലേ? ഇതിന് മുന്നേ പിന്നെയൊക്കെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഓ സന്തോഷം, എനിക്ക് എന്നത് എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എനിക്കും തന്റെ മുന്നിൽ ഇരിക്കാൻ പറ്റിയില്ല. ഓ അത്രക്കത് വേണം. വലിയൊരു ഫാനാ സത്യം. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ എല്ലാരും ഭയങ്കര കെട്ടിയിരിക്കാണ്. എന്നുവെച്ചാ ശരിക്കും നിങ്ങൾ ഒന്നാമത് ആ പ്രാങ്ക് കോള് ഭയങ്കര വൈറലായി, അതില് നിങ്ങൾ രണ്ടാളും സെറ്റ് ആവുന്നു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. ശരിക്കും എങ്ങനെ, എന്നാലും എങ്ങനെ എന്റെ പൊട്ട ഇതെങ്ങനെ സാധിച്ചു? അതല്ലേ ഇവള് ഇന്നലെയും കൂടി ചോദിച്ചിട്ടുള്ളൂ രാത്രി, നമ്മളെപ്പോ എങ്ങനെ കല്യാണം കഴിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യോ അങ്ങനെ മൊയിന്തടിച്ച് നടന്ന രണ്ടെണ്ണ ബീച്ചിലോട്ടിയും തെണ്ടി തിരിഞ്ഞത്. കോഴിക്കോട് ഫ്രണ്ട്സ് അല്ലേ, 7 വർഷം ഫ്രണ്ട്സ് ആയിരുന്നു. 7 വർഷം ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, അപ്പൊ അങ്ങനെ തെണ്ടി തിരിഞ്ഞ് പെട്ടെന്ന് ഞാൻ ഗൾഫ് പോയിടയിൽ വന്നു. തിരിച്ചു വരുമ്പോ ബീച്ചില് പിന്നെ പണിയൊന്നുമില്ലല്ലോ, ബീച്ചിൽ എല്ലാരും വായി നോക്കണം. അന്ന് ഫ്രണ്ടാ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ടിക്ടോക്ക് മലയാളി എന്ന് പറഞ്ഞ ചാനലുണ്ട്, അവര് വന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രാങ്ക് ചോദിച്ചു. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യല്ലോ, ചോര തളപ്പല്ലേ. ഓഫ് കോഴ്സ് ഞാൻ വിളിച്ചു. ഞാൻ വിളിക്കുന്ന പ്രതീക്ഷ മറുപടി ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. കറക്റ്റ് നജുവിനെ തന്നെ വിളിക്കാൻ തോന്നിയത് എന്തുകൊണ്ടാ? ഒന്നേ ഉള്ളൂ, ഒറ്റ ബെസ്റ്റ് ഫ്രണ്ട്. ഈ കടൊക്കെ ചോദിച്ചാൽ എപ്പോഴും തരുന്നൊരു ബെസ്റ്റ് ഫ്രണ്ടില്ലേ, അതായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോ ഞാൻ മറുപടി ഒന്ന് ചെറുക്കാണ്ട് വെച്ച് പോകുന്നു, കുറെ പണിയുണ്ട്. അങ്ങനെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ മനസ്സിൽ ഇഷ്ടമെന്നുള്ള സാധനമേ വെച്ചില്ല. മറുപടി കേട്ടപ്പോ വണ്ടർവൽ ഫാന്റസി വേൾഡിലൊക്കെ ഒറ്റ പോക്കണ്ട്. നജു ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്താ വിചാരിച്ച? പ്രാങ്ക് ആണെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചായിരുന്നോ? ചെറുതായിട്ടൊരു കോമഡിയാന്ന് വിചാരിച്ചു. കാരണം ആ വീഡിയോ കണ്ടപ്പോ നജു ആദ്യം തന്നെ ചോദിക്കണ എന്താണെന്നറിയോ, കഴിഞ്ഞാന്ന് ചോദിക്കണേ. അപ്പൊ നമ്മളിങ്ങനെ പ്രാങ്ക് ആക്കുമ്പോഴാണല്ലോ നീ പറഞ്ഞ കഴിഞ്ഞു, അപ്പൊ കഴിയുമ്പോ പറയാന്നൊക്കെ പറയണ പോലെ. അപ്പം ശരിക്കും ഇത് പ്രാങ്ക് ആണെന്ന് വിചാരിച്ചായിരുന്നു? അങ്ങനെ വിചാരിച്ചിട്ടില്ല, ചുമ്മാ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞു പോയത്. ഓക്കെ, ഈ പ്രപ്പോസലൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അന്ന് തന്നെ കണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായേ? അന്ന് കണ്ടിട്ടില്ല. അതിന്റെ പിറ്റേന്ന് സാധാരണ വീട്ടിൽ കാക്കി കൊടുക്കില്ല ലേറ്റ് ആകുമ്പോ, അതിന്റെ പിറ്റേന്ന് കാണുമ്പോ ഈ ബൈക്ക് എത്ര വിട്ടിട്ട് അവിടെ എത്തുന്നില്ല. ഒരു പ്രത്യേക ഒരു എത്ര വീട്ടിലെത്തുന്ന റിയാലിറ്റിയാണ്. അങ്ങനെ ഇവിടെ അടുത്ത് എത്തിയപ്പോ ഇവള് സാധാരണ നേരെ ബൈക്ക് ഒറ്റ വിടുക അറിയും. പക്ഷെ അന്ന് വല്ലാത്തൊരു നാണം കുടുങ്ങി നടത്തും, ഒരു ചിരിയും. കല്യാണം കഴിഞ്ഞപ്പോ റെസ്പെക്ട് കൂടി. ഫ്രണ്ട്ഷിപ്പ് റെസ്പെക്റ്റിലേക്ക് വെച്ച ഇഷ്ടമല്ല. കാരണം ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്ന ഏറ്റവും നല്ലേ. ഇതൊരുമാതിരി പക്ഷെ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇങ്ങനെ റെസ്പെക്ട്. ചിലരൊക്കെ റെസ്പെക്ട് ചോദിച്ചു വാങ്ങണൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ റെസ്പെക്ട് വേണ്ടെന്നൊക്കെ പറയണത് ആദ്യമായിട്ടായിരിക്കും. ഒരു കാന്ന് വിളിച്ചാൽ എനിക്ക് എന്ത് കൂടാനും കുറയാനും ഒന്നും പോകുന്നില്ല. സ്നേഹമുള്ള സാധനം അവിടെ ഉണ്ടായാൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് സഹിച്ചാലും മതി, ജോലിക്ക് പോകണ്ടല്ലോ. അതിലൊക്കെ റെസ്പെക്ട് ഭയങ്കര ഇഷ്ടമാട്ടോ അല്ലേ. അപ്പൊ നിങ്ങൾ എങ്ങനെ ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി ഒരുമിച്ച് പഠിച്ചതാണോ, എങ്ങനെയാ? പിന്നെ ഈ പറഞ്ഞു നിങ്ങള് കണ്ടില്ലേ? അത് എൻ്റെ ഒരു ഫ്രണ്ടുള്ള റിലേറ്റീവാ. അപ്പൊ കല്യാണത്തിന് പോയപ്പോ നമുക്ക് ചെറിയ മക്കളെ കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ സ്വന്തമായിട്ട് ഇല്ലാത്തോണ്ട് നമ്മള് വല്ല കൊച്ചിനെ വെച്ച് കൊഞ്ചിക്കും. അല്ല ഇത് പറയുമ്പോ അങ്ങനെയാണല്ലോ. അങ്ങനെ കുട്ടീനെ ഓളും എടുക്കാൻ വന്ന് ഞാനും എടുക്കാൻ വന്ന്. അപ്പൊ രണ്ടാളും കൂടി കുട്ടീനെ എടുത്ത് ഓൾ അറ്റാക്ക് ചെയ്ത്. അപ്പൊ ചിരിച്ച് സംസാരിച്ച് നല്ല ഫ്രണ്ട്സായി. സ്പാർക്ക് അല്ല, ജസ്റ്റ് കോമഡി, ഒരു തഗ്ഗടിച്ചിട്ട് ഈ കുട്ടീനെ ഞാൻ എടുക്കുമ്പോ കുട്ടീനെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിപ്പിച്ചിട്ട് തമാശ പറഞ്ഞ് ഇഷ്ടമൊന്നും അപ്പൊ തോന്നിയില്ല. പിന്നെ ഫ്രണ്ടായി, ബെസ്റ്റ് ഫ്രണ്ടായി. അങ്ങനെ പിന്നെ എല്ലപ്പോഴും വിളിക്കും, എന്താവശ്യത്തിനും വിളിക്കും. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സായി. അപ്പൊ ഈ 7 വർഷം ഫ്രണ്ട്സ് ആയിരുന്നു പറഞ്ഞല്ലോ, ഒരിക്കൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഇഷ്ടം പോലും തോന്നിയിട്ടില്ല? അത് ശരിയല്ല. തോന്നിയിട്ടില്ലേ? ഇല്ല. പക്ഷെ അപ്പൊ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തപ്പോ? അപ്പൊ തന്നെ അത് ഞാൻ ചോദിച്ചു. അപ്പൊ വീട്ടിൽ നിന്ന് കല്യാണം നോക്കുന്നുണ്ട്, ആ പ്രഷർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ചോദിച്ചത്. കാരണം ഇന്ന അറിയുന്ന ഒരാൾ കല്യാണം കഴിച്ചാൽ അത്ര അടിപൊളിയല്ല എന്ന് വിചാരിച്ചിട്ട് ആ കറക്റ്റ് ടൈമിലാണ് ദൈവദൂതനെ പോലെ ടിക്ടോക്ക് മലയാളി വരുന്നതും കോള് വരുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും വിളിക്കുന്നതൊക്കെ ഒരു നിമിത്തം എന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചു. ഇപ്പൊ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ട് പോകും. റിനു പ്രപ്പോസ് ചെയ്തപ്പോ അപ്പൊ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത് ലൈക്ക് ഒരു കോൾ, പ്രാങ്ക് കോളിലാണ്. അപ്പം എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്യാം? സാധാരണ നമ്മളിപ്പോ ഒരാൾ പ്രപ്പോസ് ചെയ്യുമ്പോ ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറെ നാള് പുറകെ നടക്കുന്നതാണല്ലോ അതിന്റെ ഒരു കോഴിക്കോട് ഇത്ര നല്ല ചെക്കനൊക്കെ വേറെ കിട്ടാണ്ടോ? രണ്ടും കൽപ്പിച്ച് പറഞ്ഞതാണ്. ആണോ? എന്തായാലും നെഗറ്റീവ് അറിയില്ലെന്നറിയാം. പറയുമ്പോ
പക്ഷെ അത് ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നല്ലോ. അങ്ങനെയാണ് പിറ്റേന്നായിരുന്നു വീട്ടുകാരൊക്കെ ഓഫീസിൽ അറിഞ്ഞത്. എത്തിയപ്പോഴാണ് ഓഫീസിൽ കുറെ കുട്ടികൾ പറയുന്നത് ഇങ്ങനെ പിന്നീട് അതുവരെ റീനു പറഞ്ഞിട്ടില്ല എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞിട്ട് പോണ്ട വിചാരിച്ച് അതെ ഏതായാലും ലോട്ടറി കിട്ടി. കിട്ടി. ഇത് വെറുതെ കീറണ്ടല്ലോ, വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ. അവിടെ മറച്ചു വെച്ച്. അപ്പം ഈ വീഡിയോ വഴിയാണോ നിങ്ങളുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞത്? അതെ. എന്നിട്ട് വീട്ടിലറിഞ്ഞിട്ട് വീട്ടുകാരുടെ ഒരു ഇതെങ്ങനെയായിരുന്നു? ഒന്നും പറയില്ല. ഞാൻ അവരോട് പറഞ്ഞു ഇത് വീട്ടുകാരെ ഏതായാലും പ്രഷറാവും. ഇത് ആ ആ പല മൈൻഡുള്ളവരൊക്കെ വീഡിയോയില് നാജുവിന്റെ പേരൊന്നും പറയണില്ല ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അവള് കൊളാബ് ചെയ്ത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഞങ്ങൾ സെറ്റ് ആയി തന്നിട്ട് ഈ നാടായി നാട് മൊത്തം കണ്ടപ്പോ ഒരു വീട്ടുകാർക്കൊന്നും പറയില്ലല്ലോ. ഓ ഓ ഓ വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നോ? വേണ്ട ചെറിയൊരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരിനെ പറ്റി അന്വേഷിച്ച് ഇന്നെ കണ്ടപ്പോ പിന്നെ ഇത് നല്ലൊരു ചെക്കൻ, നല്ലൊരു ചെക്കൻ, ഇത് കാണാൻ മൊഞ്ചുള്ള ഒരു ചെക്കൻ, ഇത്തിരി പക്വതൊക്കെ ഉണ്ട്. കണ്ടപ്പോ വേറെ രസം തോന്നി. പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തീരെ ഇല്ലാത്തോണ്ട് ഒരു ബാങ്ക് കെട്ടിച്ചെന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ്സ് ഉണ്ടാവും. നമ്മുടെ പാർട്ട്ണറിനെ പറ്റി ഒരു കോൺസെപ്റ്റ്സ് ഉണ്ടാവായിരിക്കും. അപ്പം ശരിക്കും റിനു അല്ലേ, രണ്ടുപേരുടെ പേര് മാർക്കോളൂ. റിനുവിന്റെ യോസ എന്താ രണ്ടുപേരുടെയും പേരിൽ കാണണല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അരുൺ കൃഷ്ണ. അപ്പൊ ഓന് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചേ ZGC. പിന്നെ വേറെ ഓന് ഈ കിക്ക് ബോക്സിങ് UFC എന്ന് പറഞ്ഞ എന്തോ ഇതില്ലേ, റിനു UFC. അപ്പൊ ഞാൻ എന്റെ പേര് മാത്രം റിനു ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ കമന്റ് ബോക്സ് ഓസി ഓസ 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 നല്ല പേരാണല്ലോ റിനു ഓസ. അങ്ങനെയാണ് ഞാൻ ഓസയിലേക്ക് പേരിട്ടത്. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ നജുവിന്റെ പേരും ഒസാന്നാക്കി. ഓ അങ്ങനെയാണ്. ഞാൻ ചില വീട്ടുപേരോ അങ്ങനത്തെ എന്തെങ്കിലും ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അത് ബ്രാൻഡ് ആക്കി മാറ്റി. ഓ ഓ ഓ ഓ ഓക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ പറഞ്ഞല്ലോ, നമുക്കാണെങ്കിൽ പാർട്ട്ണറിനെ പറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമായിരിക്കും. എന്തായിരുന്നു ശരിക്കും റിനുവിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? ജോലിക്ക് പോവാതെ എന്നെ നോക്കണം, എന്നെ ജോലിക്ക് വിടാൻ പാടില്ല. വീട്ടിലിരുന്നിട്ട് കുക്കിംഗ് ഒക്കെ ഓള് ചെയ്തോട്ടെ, ഞാൻ ഭക്ഷണം നല്ലോണം കഴിക്കും, പുറത്തു പോകും, അങ്ങനെ വേണ്ട ജോലികളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റൂല. പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഗൾഫ് നിർത്തിയില്ല, ബീച്ചിൽ വന്ന് ഇരിക്കുമ്പോ തന്നെ എന്താണ് ജോലി ചെയ്യാതെ എങ്ങനെ ജീവിക്കാം, അതായിരുന്നു ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ടിക്ടോക്ക് മലയാളി വന്നത്. സക്സസ് ആയി. എന്നിട്ട് ഇതിന് ശേഷം നിങ്ങൾ കല്യാണം കഴിഞ്ഞ ടിക്ടോക്ക് മലയാളിനെ കണ്ടായിരുന്നോ? പിന്നെ ഓപ്പ നല്ലൊരു ഫ്രണ്ടാ, നല്ലൊരു ഫ്രണ്ടാ. ഇപ്പൊ ഇവള് ബെസ്റ്റ് ഫ്രണ്ട് പോയതിന് ശേഷം അവനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി. ആരെങ്കിലൊക്കെ വേണമല്ലോ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. അപ്പൊ അവനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി. അടിപൊളി. അശ്വിനും പിന്നെ അതുപോലെ സജിത്തും, ഇവർ രണ്ടുപേരും ഇപ്പൊ നല്ല കമ്പനിയാണ്. ഓക്കെ. നാജുവിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു? എന്താന്ന് വെച്ചാല് ഭയങ്കര നാടാണല്ലോ. ഇൻവേർട്ടർ ആണോ? ഷിന്നോടില്ല, ബാക്കിയുള്ള എല്ലാവരും ഇൻവേർട്ടർ. പക്ഷെ നിങ്ങൾ രണ്ടാളും, റിനു ആണെങ്കിൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്, നാജു ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു വൈബ് സെറ്റ് ആയി പോകുന്നത്? നേരെ മറിച്ച് നമ്മൾ ഈ രണ്ടു കൊല്ലം പ്രേമിച്ചില്ലേ, ഫോണുണ്ട് ചെവി വെച്ചാല് നമ്മള് മെൻ വിൽ ബി മെൻ അത് കേട്ടിട്ടുണ്ടോ? വീഡിയോസ് കണ്ടിട്ടുണ്ടോ? അതേപോലെ മൂളി കൊടുത്താൽ മതി. അതങ്ങനെ പറയും. രാവിലെ 8 മണിക്ക് നീറ്റ് കഴിഞ്ഞാൽ രാത്രി 12 മണിയാക്കി കിടക്കുന്ന സമയം പറഞ്ഞിട്ട് ശരി എന്നായിക്കോട്ടെ, അസ്സലാമു അലൈക്കും, ബാക്കി നാളെ പറയാം. പക്ഷെ വേറൊരാളോട് സംസാരിക്കുകയാണെങ്കിലോ ഇല്ല, ഞാൻ ഒന്നുമില്ല, സത്യം. പിന്നെ മാറിക്കോളൂ.